നമസ്കാരം. നമുക്കറിയാം, വയനാട് മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതിയായ ആൻഡോ അഗസ്റ്റിനാണ് മരമുറി ചാനലിൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളിൽ ഒരാൾ. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മുടെ നാടിനെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു മരമുറി കേസിലെ പ്രതി കോടാനുകോടി മൂല്യമുള്ള മരങ്ങൾ അനധികൃതമായിട്ട് മുറിച്ച് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഒരു മഹാനാണ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഉടമ. ഒരുപക്ഷെ വീരപ്പൻ ഇന്നും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ പുള്ളി നമ്മുടെ നാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങിയാനെ. പുള്ളിക്കും പ്രലോഭനമുണ്ടായാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരു മാധ്യമ സ്ഥാപനം ഉടമയായി കഴിയുമ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റ്, പ്രിവിലേജസ്, വലിയ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം, VIP ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ആൻഡോ അഗസ്റ്റിനൊക്കെ ഇപ്പോൾ നടക്കുന്നത് പോലെ വീരപ്പൻ വലിയ മീശയൊക്കെ വെച്ച് സൂട്ടും കോട്ടൊക്കെ ഇട്ട് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ആൻഡോ അഗസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളികളെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ടറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ മെസ്സിയെ കൊണ്ടുവരും എന്നുള്ള വലിയ പ്രഖ്യാപനമൊക്കെ പുള്ളി നടത്തിയായിരുന്നു. അപ്പോൾ അന്തം കമ്മികളൊക്കെ അത് ഏറ്റെടുത്ത് വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിച്ചു. എന്നിട്ട് മെസ്സി പോയിട്ട് മെസ്സിയുടെ ഒരു പൂട പോലും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലെ സത്യം, അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം, അതൊരു വലിയ തട്ടിപ്പായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മനോരമ ന്യൂസ് പുറത്തുവിടുന്നത്. ഇന്ന് രാവിലെ ആണ് അവർ ആ വാർത്ത പുറത്തുവിടുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. തട്ടിപ്പ് വാർത്തയിലേക്കാണ് പോകുന്നത്. ചില്ലറ തട്ടിപ്പൊന്നുമല്ല നടന്നത്, വൻ തട്ടിപ്പാണ്. മെസ്സി ആരാധകരെ, അർജന്റീന ആരാധകരെ ഒക്കെ ലോകകപ്പിന് മുമ്പ് അങ്ങ് മുൾമുനയിൽ നിർത്തിയ നിമിഷമായിരുന്നു. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്നുള്ള ലേലം വിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്പോൺസറെയും നമ്മൾ കണ്ടതാണ്. സ്പോൺസറിനെ പറയുന്നുള്ളൂ, അത് ആൻഡോ അഗസ്റ്റിനാണ്. അതെല്ലാം അവസാനം വെള്ളത്തിൽ വെളിച്ച വര പോലെയായി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനപ്പുറം വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടിയാണ് ഈ പ്രഭാതത്തിൽ പുറത്തു വരുന്നത്. മെസ്സിയുടെ പേരിൽ നടന്നത് വൻ കബളിപ്പിക്കലാണ്. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന പേരിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ കൊടുത്തതിന് രേഖകളില്ല. സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനും തെളിവില്ല. സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയാണെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നാണയച്ചട്ടം, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായാണ് സ്പോൺസറെ തിരഞ്ഞെടുത്തത്. മെസ്സിയെ കൊണ്ടുവരാൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് കാണിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോഡ് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം സർക്കാരിന് 2023 ജൂലൈയിൽ അങ്ങോട്ട് കത്തയച്ചതായിരുന്നു എന്നും വ്യക്തമായി. ഒന്നാലോചിച്ച് നോക്കിക്കേ, എത്ര വലിയ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന്. എന്ത് പറഞ്ഞാലും അത് കേട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരും ഉത്തരവാദികളാണ്. ഇങ്ങനെയുള്ള കള്ള നാണയങ്ങൾക്ക് എന്തും ചെയ്യുവാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ധൈര്യം ഇങ്ങനെ എന്തും കേട്ടാൽ വിശ്വസിക്കുന്ന ഈ സമൂഹം തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ കണ്ട് എന്തെങ്കിലും വായി തോന്നുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തം വിളിച്ചു പറയുമ്പം അതും കേട്ട് തുള്ളിച്ചാടുന്ന ഈ രീതി, ഈ പറയുന്ന കബളിപ്പിക്കപ്പെടാൻ നടക്കുന്ന സമൂഹമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കബളിപ്പിക്കലാണ് നടന്നിരിക്കുന്നതെന്നാണ് മലയാള മനോരമയിൽ ഇന്ന് അജയ്ബൻ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം റിപ്പോർട്ടർ അജയ്ബനാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ എങ്ങനെയാണ് സർക്കാർ സംവിധാനത്തെ ആകെ, ഒരു സ്പോൺസർക്കാകട്ടെ സർക്കാർ സംവിധാനത്തിനാകട്ടെ ഇത്തരത്തിൽ പറ്റിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ് ആ അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു തരത്തിലുള്ള രേഖയും 2023 ജൂലൈയിലാണ് അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിക്കുന്നത് മെസ്സി കേരളത്തിൽ വരും, കളിക്കുമെന്ന്. ആ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഇതേ സംബന്ധിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ തട്ടിപ്പിൽ അബ്ദുൾ റഹ്മാനും ഭാഗമായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനെ അറിയിക്കുക പോലും ചെയ്യാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ മലയാളികളോട് ഈ മന്ത്രി വിളിച്ചു പറഞ്ഞത്? അതായത് ഈ മെസ്സി വരാൻ പോവാണെന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ, ഈ ഒരു തട്ടിപ്പിൽ ഭാഗമായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് VD സതീശൻ സർക്കാരിനോട് പറയാനുള്ളത്, ആർജവമുണ്ടെങ്കിൽ, VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടെങ്കിൽ
ഈ പറയുന്ന ഈ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുള്ള, ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള, ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുള്ള ഓരോരുത്തരെയും വഞ്ചനാ കുറ്റം ചുമത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മേലിൽ ഇങ്ങനെ ഒരു ജനതയെ മുഴുവൻ തട്ടിപ്പ് നടത്തി അതിൻ്റെ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഉള്ളൊരവസരം ഇനി മേലിൽ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതിന് ധൈര്യപ്പെടാൻ പാടില്ല. അതനുസരിച്ചുള്ള ഒരു ശിക്ഷ ഉറപ്പുവരുത്തണം. അത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. താങ്കളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ഇതുപോലെയുള്ള ഗുരുതരമായ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് മേലിൽ ഒരു മാധ്യമ സ്ഥാപനവും വാങ്ങിക്കാൻ സാധിക്കരുത്. കാരണം ഈ ഒരു മാധ്യമ സ്ഥാപന ഉടമയായതിൻ്റെ പ്രിവിലേജിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യമാണ് ഇയാൾ മാക്സിമം ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നതും. ആളുകളുടെ മുന്നിൽ ഒരു ക്രെഡിബിലിറ്റി ഇയാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണ്. കാരണം ആഫ്റ്റർ ഓൾ പുള്ളി ഒരു ചാനൽ മുതലാളിയാണ്. ആ ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ നാട്ടിൽ. അതും തടയാൻ ഈ സർക്കാരിന് സാധിക്കണം. ഇത്രയും ഗുരുതരമായ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കരുത്. അതിനുള്ള ഒരു നിയമനിർമ്മാണം, അതിനുള്ള ശക്തമായ ഒരു നിയമനിർമ്മാണം UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവരണം.